എന്തായാലും ഇത് ഘട്ടത്തിലൂടെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയിട്ട് തന്നെയാണ് പോലീസ് ജോലി ചെയ്യുക. ഒരു മാസത്തോളമായി നല്ല അഭിപ്രായങ്ങൾ ഞാൻ ഇവിടുന്ന് കേട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ സബോർഡിനേറ്റ്സാണ് ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് ഒരു 2-3 മാസത്തോളമായിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. അവരോട് ഞാൻ പറയാറുണ്ട്, ശ്രദ്ധിക്കണം, ജനങ്ങളുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവരുത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ തിരിച്ചു വിടണം. അവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മണ്ണാർക്കാട്ടുകാരൻ എന്നുള്ള നിലയിൽ അത് വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഞാൻ, അവിടെയുള്ള ആൾക്കാർ. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഒരു നെരിയാണിക്ക് പോലും വെള്ളം ഇല്ലാത്ത ഒരു സാഹചര്യം ആണിപ്പോൾ ആ പുഴയിൽ. അപ്പൊ ഈ അന്യനാട്ടുകാർ ഒന്നും ഇവിടെ കുളിക്കാൻ പാടില്ല, ഞങ്ങളുടെ നാട്ടുകാർ മാത്രമേ ഇവിടെ കുളിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതി അത് പാടില്ല. ഒന്ന് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം. അവിടെ കഴിഞ്ഞ ദിവസം തന്നെ 2-3 മോട്ടോർ ബൈക്കുകൾ ഞങ്ങൾക്ക് അന്ന് വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല. ഡ്രങ്കിയാർഡുകളുടെ പ്രശ്നങ്ങളുണ്ട്, ബാക്കി NDPS കഞ്ചാവ് പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ വരുന്ന ആൾക്കാർ ഒന്ന് മൂക്കും മുങ്ങാൻ മാത്രം വെള്ളത്തിൽ വീണാൽ മതി, ഫയർഫോഴ്സുകാർക്ക് വേണ്ടി ഉള്ളതാണ് അവർക്ക് അറിയുന്നത്. അങ്ങനെ അത്രയും മതി മരണം സംഭവിക്കാൻ. പിന്നെ ആ സ്വന്തം പ്രദേശത്തുള്ള ആൾക്കാർ പോയാൽ വെള്ളത്തിൽ മുങ്ങി മരിക്കൂലെന്നൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വളരെ നല്ല ഒരു മറുപടി പറഞ്ഞ അദ്ദേഹത്തോട് എനിക്ക് വളരെ കടപ്പാട്. കാരണം എന്റെ സബോർഡിനേറ്റ്സിലെ പോലീസുകാരെന്ന് പറഞ്ഞാൽ പല ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ. അവർക്ക് ഇപ്പൊ നിൽക്കുക വെള്ളപ്പാടത്തുകാരാരാ, കുറ്റിക്കാരാരാ, എനിക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ അറിയാമായിരിക്കും. ഞാൻ ഈ നാട്ടുകാരാണ്, മാഷ്കാരെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു വണ്ടി വന്നു, പിന്നാലൊരു വണ്ടി വന്നു, ഇവർ ഈ നാട്ടുകാരാണ്, അവരാ നാട്ടുകാരല്ല എന്ന് പറഞ്ഞ് അതിന് വലിയ ക്ലാഷുണ്ട്. ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഒരു 3-3:30 മണിക്ക് ശേഷം അവിടെ സ്ഥിരം പ്രശ്നങ്ങളാണ്. പിന്നെ ഞങ്ങൾ വാഹനമായിട്ട് ഞങ്ങൾക്കാണ് ഇവിടെ 100 തിരക്കുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്കറിയാം, പുതിയ ഒരു സംവിധാനമൊക്കെ വന്ന് അത് കഴിഞ്ഞപ്പോൾ വരണേ ഞാൻ രാവിലെ മുതൽ അവിടെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് മാത്രമല്ല ഡ്യൂട്ടി. അപ്പോൾ അവിടെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പൊതുജനങ്ങളുമായും പോലീസും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മാനസിക ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ഇതിനകത്തേക്ക് വരുന്നത് ഈ തദ്ദേശവാസികളാണോ പുറദേശവാസികളാണോ എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളെ തന്നെയും അറിയും. പിന്നെ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞു, ഹെൽമെറ്റ് പോലീസ് പിടിക്കും, അത് ആര് പറഞ്ഞാലും പിടിക്കും. അത് നിയമമാണ്. ഹെൽമെറ്റ് വെച്ച് ഓടിക്കേണ്ടത് നിയമമാണ്. ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തദ്ദേശവാസികളായാലും പുറവാസികളായാലും പെറ്റി കേസ് കൊടുത്തിരിക്കും. കേസ് എടുക്കേണ്ട കാര്യമാണ്, കേസ് എടുത്തിരിക്കും. അതിന് സംശയമൊന്നുമില്ല, അതിൽ വ്യത്യാസമൊന്നുമില്ല. അത് എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ സഹായം അങ്ങനെ പറഞ്ഞ മാതിരി ആ തദ്ദേശവാസികളായിരിക്കും ഒരാളുണ്ടെങ്കിൽ ഇതിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു തരാൻ അത് കുറെ ഒരു ക്ലാഷ് ഒഴിവാക്കാൻ ഉള്ളൊരു നല്ലൊരു സംവിധാനമാണ്. ഇപ്പം തന്നെ മേഡം വന്ന് തിരിച്ചു വേണ്ടി ഒന്നും കേട്ടപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ അത് അവിടെയുള്ള ഒരാൾ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിലും പറയുമായിരുന്നു. എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും അവരും അത്ര മോശക്കാരൊന്നുമല്ല, അവർ നന്നായി പണിയെടുക്കുന്നതിന്റെ റിസൾട്ടുകളാണ് ഞാൻ പത്ര നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോട്ടിക്കുന്നത്. അവരെന്റെ സബോർഡിനേറ്റ്സാണ്. ഞാൻ പറഞ്ഞ മാതിരി പണിയെടുക്കുക, അവർ നല്ല പോലീസുകാരാണ് എനിക്ക് വിശ്വാസം. നന്നായിട്ട് അവർ ഒരാളുടെ മേക്കെട്ട് കയറാൻ പോയി അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളോ. പിന്നെ പോലീസിന്റെ മേക്കെട്ട് കയറൽ മാത്രം അതൊരു വലിയ 10 ആളുടെ ഇടയിൽ വലിയൊരു കാര്യമായിട്ട് കാണാൻ കുറച്ച് ചില ആൾക്കാരുണ്ട്. അതിനോട് ഞാൻ അതുപോലെ അങ്ങനെ ചില 1-2 അനുഭവങ്ങൾ കഴിഞ്ഞ ഈ ഒരു വിഷയത്തിൽ തന്നെ ഉണ്ടായി. അതിലൊന്നും വലിയ കാര്യമല്ല. എല്ലാവരും അതായത് പ്രാധാന്യം അർഹിക്കുന്ന ആൾക്കാരും അതായത് അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ വഴിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ന്യായമായ കാര്യങ്ങളോടെ തന്നെ ഞങ്ങൾ ഇന്നേവരെ നോക്കുള്ളൂ. ഇന്നും അതങ്ങനെ തന്നെ. അവിടെ ഇനി മരണങ്ങൾ സംഭവിക്കാൻ പാടുള്ളത് എന്നുള്ളത് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. അവിടെ ഇനി മരണം സംഭവിക്കാൻ കൂടുതലും വളരെ ടീനേജേഴ്സാണ് അവിടെ പോകുന്നത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പിന്നെ ഇപ്പോൾ കാലാവസ്ഥ മാറി വരെ മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നിലവിൽ അവിടെ അത്ര അപകടകരമാണെന്നുള്ള വെള്ളമൊന്നും തൽക്കാലം അവിടെ ഇല്ല. ഈ ചൂടത്ത് യാതൊരു സൗകര്യമില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടി കിട്ടുകളൊന്നും മനസ്സിലാക്കുക. ഓഫീസിന്റെ ഉള്ള പാൻറ് ചൂടുകൾ എടുത്തിട്ടല്ല അവിടെ വർക്ക് ചെയ്യണത്. അവിടെ ഒരു മേൽക്കൂര പോലും ഇല്ലാത്തൊരു ഷെഡിലാണ് പരിവേരുന്ന പോലീസുകാർ ജോലി ചെയ്യണം. പോലീസാണ് പോലീസ്. ഞാൻ ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടുള്ളതാണ്. ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല, നടന്ന് വീഴില്ല. പക്ഷേ എങ്കിലും ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ആ ഒരു അവസ്ഥ നിങ്ങൾ ആരും അവിടെ നിന്ന് ചെന്ന് കാണാം. അവിടെ അവർ ഡ്യൂട്ടി ചെയ്യുന്ന ഷെഡ് എന്താണെന്നുള്ളത്, അതിനകത്തുള്ള സൗകര്യങ്ങൾ എന്താണെന്നുള്ളത്, അവിടെ നിന്ന് എന്ത് മേൽക്കൂരയുള്ളതുള്ളൂ, എത്രത്തോളം പേര് കൊണ്ട് അവിടെ ഇരിക്കണമെന്നത് മനസ്സിലാക്കാം. അല്ലാതെ അവിടെ വൈകുന്നേരം വരുന്ന ആൾക്കാരോ എന്നുള്ള കേക്കൽ മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ പണി. അപ്പൊ അതൊന്നും മനസ്സിലാക്കുക എത്രത്തോളം വിഷമഘട്ടത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലത്തെ മറ്റൊരു കാര്യം, ആ കയറി ചെല്ലുന്ന എൻട്രൻസിൽ പോലീസ് ഇരുന്നിട്ട് കാര്യമുണ്ട്. ആ എൻട്രൻസ് കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, എനിക്കും അറിയാം. ഞാനും കുളിച്ചാലും പണ്ട് കുറേ പണി കിട്ടുന്നതിന് മുന്നൊക്കെ ഒരുപാട് കാലം ഇതേപോലെ കുളിക്കാനും മറ്റേ ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിക്കാനും ഒക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പൊ ആ ഒരു എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാട്ടുവഴികളുണ്ട് അവിടെ. പുഴയുടെ പല ഭാഗത്തു കൂടി ഇറങ്ങാൻ വഴികളുണ്ട് അവിടെ. നമ്മളറിയാത്തവരറിയും. നമ്മൾ ഈ എൻട്രൻസ് തന്നെ ആള് നിർത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് കിടക്കാൻ അവരെ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. നമുക്ക് സംശയമുള്ള നമ്മളവിടെ നോട്ട് ചെയ്യാറുണ്ട്, വണ്ടി നമ്മൾ ആൾക്കാരൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തയ്യാറ്. പക്ഷെ അതിൽ അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ നമുക്ക് നാട്ടിൽ പരിചയമുള്ള 1-2 ആൾക്കാർ ഞങ്ങളുടെ സഹായത്തിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് തദ്ദേശവാസികളാണ്. പക്ഷെ മാത്രമല്ല, ഈ തദ്ദേശവാസികളെ കടത്തി വിടുമ്പോൾ മലപ്പുറത്തും അവിടുന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊരു നിയമം, ഞങ്ങൾക്കൊരു നിയമം. ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരൊറ്റാവേശത്തിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ, സ്പർദ്ധയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം. ആൾക്കാരുടെ മരണം അവിടെ സംഭവിക്കാനും പാടില്ല.
പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പറയണോ, ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്രയും വെള്ളം കുറവുള്ള സമയത്ത് അവിടെ ആൾക്കാർ കയറിച്ചാലുള്ള ഒരു അപകടം സംഭവിക്കില്ലേ എന്നുള്ളത് ഒന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം. മഴക്കാലം തുടങ്ങുമ്പോഴല്ലേ അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പൊ ഈ കടുത്ത വേനൽക്ക് ആ പോലീസുകാരെ ആ വെയിലത്തിട്ട് പൊള്ളിക്കണം എന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. അപ്പോ മഴക്കാലം തുടങ്ങുമ്പോൾ പോലെ ഇനിയുള്ള ഈ സംവിധാനങ്ങൾ ഇപ്പൊ തൽക്കാലം അന്ന് ഈ കാവൽക്കാരെ പിൻവലിച്ചുകൂടെ, അവിടെ കുടിക്കാൻ അവിടെ ആൾക്കാർക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തുകൂടെ എന്നുള്ളതാണ്. അപ്പൊ അന്യദേശക്കാരും വരുന്നത് നല്ലൊരു തുള്ളി വെള്ളമുള്ള സ്ഥലം നോക്കിയിട്ട് അവരും വരുന്നത്. ഇപ്പൊ അവിടെ അപകടകരമായ വെള്ളം ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അതിന് വ്യക്തമായ മറുപടി പറയേണ്ട ആൾക്കാർ ഫയർഫോഴ്സുകാരാണ്, അവർക്കറിയാം. കുറെ കൂടി അവരവിടെ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു ഈഗോ അല്ലെങ്കിൽ ക്ലാഷ് അങ്ങനെയല്ല. അതിപ്പോ ഞാൻ തന്നെ എനിക്ക് അനുഭവത്തിലുണ്ട്. 10 ആളുടെ മുമ്പിൽ എന്തെങ്കിലും വായ വിളിച്ച് പറഞ്ഞാൽ എന്തോ വലിയ കാര്യം എന്ന് തോന്നുന്ന കുറെ ആൾക്കാർ, ഇപ്പോഴത്തെ ആൾക്കാർ നല്ലൊരു കാര്യം ചെയ്താൽ അതിനെതിരെ എന്തെങ്കിലും ഒരാൾ കാര്യം സംസാരിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല, ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത ആൾക്കാരാണ്. അതിലല്ല കാര്യം. ഇത് നമ്മളെല്ലാം ഒരു സംയോജിതമായിട്ട് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റും. എല്ലാ വശങ്ങളും ചിന്തിക്കണം. പോലീസുകാർ മനുഷ്യന്മാരാണ്. അവർക്കും ഒരു എക്സ്ട്രാ ആരോഗ്യം, ഒരു എക്സ്ട്രാ പവർ, എനർജി ഒന്നും കൊടുത്തിട്ടില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് ഹൗസിംഗ് ലോണിനോട് ശമ്പളം പിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവർ തളർന്നു വീഴാത്തത്.